ഒന്ന് മാത്രം ഉറപ്പാണ്, ഈ കളിയിൽ ഒരാൾ മാത്രമേ ബാക്കിയാകൂ. അത് വെസ്റ്റ് ഇന്ത്യൻസോ അതോ റിയൽ ഇന്ത്യൻസോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. സിംബാബ്വെക്കെതിരെ ഉണർന്നെണീറ്റ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മുറിവേറ്റ കരീബിയൻ കരുത്തും കൊമ്പുകോർക്കുമ്പോൾ ഒന്നുറപ്പ്, ഈഡൻ ഗാർഡന് തീ പിടിക്കും. നോക്കൌട്ടിനും മുമ്പെയുള്ള ഒരു നോക്കൌട്ട് മത്സരം, സെക്കൻഡ് ചാൻസും തിരുത്താനുള്ള അവസരവും ഇനിയുണ്ടാകില്ല. ഈഡനിൽ കളത്തിലിറങ്ങുമ്പോൾ ഇരു ടീമുകൾക്കുമുള്ളത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ. നിർണായക മത്സരത്തിൽ ഇരു ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാകും പരിശോധിക്കാം. ഗ്രൂപ്പിൽ ഇതുവരെയുള്ള പെർഫോമൻസുകൾ നോക്കുമ്പോൾ ഇരു ടീമുകളും തുല്യ ദുഃഖിതരാണ്. രണ്ടുപേരും സിംബാബ്വെയെ അടിച്ചൊതുക്കി. എന്നാൽ ഇരുവരും ദക്ഷിണാഫ്രിക്കയോട് മുട്ടുമടക്കുകയും ചെയ്തു. 2 മത്സരങ്ങൾ കളിച്ചപ്പോൾ ഇരു ടീമുകൾക്കും 2 പോയിന്റ് വീതം. റൺ റേറ്റിൽ വിൻഡീസ് തന്നെയാണ് മുന്നിൽ. പക്ഷേ മത്സരം വാഷൌട്ടാകുകയോ നടക്കാതിരിക്കുകയോ ചെയ്താൽ മാത്രമേ ഈ റൺ റേറ്റ് വിൻഡീസിന് ഗുണം ചെയ്യൂ. കൊൽക്കത്തയിലാണെങ്കിൽ നിലവിൽ ചാൻസ് ഓഫ് റെയിൻ 10% മാത്രമാണ്. അഥവാ മത്സരം വിജയിക്കുക മാത്രമാണ് സെമിയിലെത്താനുള്ള മാർഗം. ടൂർണമെന്റ് തുടങ്ങും മുമ്പ് വരെ വിൻഡീസിനെ കാര്യമായി ആരും പരിഗണിച്ചിരുന്നില്ല. അവരുടെ T20 ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ട്രാക്കിലൂടെയാണ് അവർ കടന്നുപോയിരുന്നത്. പക്ഷേ ടൂർണമെന്റ് തുടങ്ങിയതോടെ കരീബിയൻ കൊമ്പന്മാർ ഉണർന്നെണീറ്റു. ഗ്രൂപ്പിൽ 4-ൽ 4 ജയിച്ച അവർക്ക് ആരും ഒരു വിഷയമായില്ല. സൂപ്പർ 8-ൽ സിംബാബ്വെക്കെതിരെ 284 റൺസ് അടിച്ച അവർ അവരുടെ കൈക്കരുത്ത് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ 176 റൺസ് ഉയർത്തിയിട്ടും ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ചേസ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക അവരുടെ കോൺഫിഡൻസ് എല്ലാം ചോർത്തിക്കളഞ്ഞു. എങ്കിലും മത്സരത്തിൽ അവർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നു. കാരണം 83-ന് 7 വിക്കറ്റ് വീണിട്ടും 176 റൺസ് അടിച്ചു കൂട്ടിയത് അവരുടെ ബാറ്റിങ്ങിൻ്റെ ഡെപ്താണ് കാണിക്കുന്നത്. ബ്രണ്ടൻ കിങ്ങും ക്യാപ്റ്റൻ ഷായ് ഹോപ്പുമാണ് വിൻഡീസിനായി ഓപ്പൺ ചെയ്യുന്നത്. ഇരുവരും റൺസ് അടിക്കുന്നുണ്ടെങ്കിലും പവർ പ്ലേയിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിൽ വീക്കാണെന്ന് പറയാം. പക്ഷേ ഈ കുറവെല്ലാം നികത്തുന്നത് 3-ാം നമ്പറിലെത്തുന്ന മറ്റൊരാളാണ്, ഷിംറോൺ ഹെറ്റ്മെയർ. രാജസ്ഥാൻ റോയൽസിൽ ഫിനിഷിംഗ് റോളിൽ വിറച്ചിരുന്ന ഹെറ്റ്മെയർ പുതിയ റോളിൽ ബീസ്റ്റ് മോഡിലാണ് ബാറ്റ് ചെയ്യുന്നത്. 6 മത്സരങ്ങളിൽ നിന്നും 221 റൺസ് അടിച്ച ഹെറ്റ്മെയർ സ്പിന്നിനെയും പേസിനെയും യഥേഷ്ടം നേരിടുന്നു. 4-മതെത്തുന്നത് റോമാൻ പവൽ. കൺസിസ്റ്റന്റ് അല്ലെങ്കിലും ഏത് സമയവും ആളാൻ സാധ്യതയുള്ള പവർ ഹിറ്റർ തന്നെയാണ് പവൽ. തുടർന്നെത്തുന്നവരിൽ റോസ്റ്റൻ ചെസ് അത്ര ഫോമിലല്ല. പക്ഷേ ഷെർഫൈൻ റദർഫോർഡ് അങ്ങനെയല്ല. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ 76 റൺസുമായി വിൻഡീസിനെ മുന്നിൽ നിന്നും നയിച്ചത് റദർഫോർഡാണ്. ഫിനിഷിംഗ് റോളിൽ ഇന്ത്യ ഭയക്കേണ്ടത് റൊമാരിയോ ഷെഫേർഡിനെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ തകർന്നടിഞ്ഞ ബാറ്റിംഗ് നിരയെപ്പോലും തിരിച്ചു കൊണ്ടുവരാൻ ഷെഫേർഡിനായി. ഈ ഓർഡറിന് ബലം നൽകാൻ ജേസൺ ഹോൾഡറുമുണ്ട്. ബൗളിംഗിൽ അഖേൽ ഹുസൈൻ, ഗുദകേഷ് മോത്തി സ്പിൻ സഖ്യമാണ് വിൻഡീസിന്റെ കരുത്ത്. ഇന്ത്യൻ ഇടങ്കൈന്മാർക്കെതിരെ പവർ പ്ലേയിൽ അഖേൽ ഹുസൈൻ പന്തെടുക്കാൻ തന്നെയാണ് സാധ്യത. സിംബാബ്വെക്കെതിരെ പവർ പ്ലേയിൽ ഡബിൾ വിക്കറ്റ് മെയ്ഡൻ ഓവറാണ് അഖേൽ എറിഞ്ഞത്. ഗുദകേഷ് മോത്തി മിഡിൽ ഓവറുകളിലാകും പന്തെടുക്കുക. ഷമാർ ജോസഫും മാത്യു ഫോർഡും നയിക്കുന്ന പേസ് ബോളിങ്ങിനെ പിന്തുണക്കാൻ റൊമാരിയോ ഷെഫേർഡ്, ജേസൺ ഹോൾഡർ എന്നിവരും ചേരും. ഇവർക്കെല്ലാം തന്ത്രങ്ങൾ ഓതാൻ ഡാരൻ സമി എന്ന പരിണിതപ്രജ്ഞൻ ഡഗൌട്ടിലുമുണ്ട്. തീർച്ചയായും ഈ ടീമിനോട് കോർക്കാൻ പോകുന്ന എല്ലാ വിഭവങ്ങളും ഉള്ളവർ തന്നെയാണ് ഇന്ത്യ. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ സമ്മർദ്ദം നിറഞ്ഞൊരു മത്സരത്തിൽ സിംബാബ്വെയേക്കാൾ ക്വാളിറ്റി ബോളിംഗ് അറ്റാക്കുള്ള വിൻഡീസിനെതിരെ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് കണ്ടറിയണം. നിശ്ചയമായും പോയ മത്സരത്തിൽ അതേ ലൈനപ്പിൽ തന്നെയാകും ഇന്ത്യ ഇറങ്ങുക. അഖേൽ ഹുസൈൻ്റെ ഭീഷണി പവർ പ്ലേയിൽ മറികടക്കുക എന്നതാകും ബാറ്റിങ്ങിലെ ആദ്യ ടാസ്ക്. ഒരിടത്തു നിന്നും കൊളുത്തിയാൽ അവസാനം വരെ പൊട്ടാൻ പോകുന്ന ലൈനപ്പ് ഇന്ത്യക്കുമുണ്ട്. പവർ ഹിറ്റിങ്ങിൽ വിൻഡീസ് ഇന്ത്യക്കൊപ്പം നിൽക്കുമെങ്കിലും മിഡിൽ ഓവറുകളിൽ ആങ്കർ ചെയ്യാനുള്ള ബാറ്ററുടെ അഭാവം വിൻഡീസിനുണ്ട്. ബൗളിംഗിൽ ഷിംറോൺ ഹെറ്റ്മെയറെ കൊടുക്കുക എന്നത് തന്നെയാകും ഇന്ത്യയുടെ പ്രധാന ടാസ്ക്. വിൻഡീസിൻ്റെ ഏറ്റവും കരുത്തുറ്റ പാർട്ട് മിഡിൽ ഓർഡർ ആയതിനാൽ മിഡിൽ ഓവറുകളിൽ ബൗളിംഗ് വീക്ക്നെസ് ഇന്ത്യ പരിഹരിക്കേണ്ടതുണ്ട്. പവർ പ്ലേയിൽ തകർന്ന ദക്ഷിണാഫ്രിക്കയെ മില്ലറും ബ്രവിസും എടുത്തുയർത്തിയത് മിഡിൽ ഓവറുകളിലാണ്. പവർ പ്ലേയിൽ മെല്ലെ പോയിട്ടും സിംബാബ്വെയും റൺസ് അടിച്ചത് മിഡിൽ ഓവറിൽ തന്നെ. അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തിയുടെ ഫോം നിർണായകമാകും. കൂടെ ബുംറയ്ക്കും അർഷദീപിനും പുറമെ പന്തെടുക്കുന്ന ശിവൻ ദുബയ്ക്കും ഹർദിക് പാണ്ഡ്യയ്ക്കും വലിയ റോളുകൾ ചെയ്യാനുണ്ടാകും. പൊതുവെ റൺസ് യഥേഷ്ടം പിറക്കുന്ന പിച്ചാണ് ഈഡൻ ഗാർഡനിലേത്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾ വിജയിച്ചു കയറുന്നതാണ് പൊതുവെ ഈ ലോകകപ്പിൽ കാണുന്നത്. 200-ന് മുകളിലേക്ക് സ്കോർ വരുന്നതും കണ്ടു. ഡ്യൂ ഫാക്ടറും കണ്ടേക്കാം. ഈഡനിൽ ഇന്ത്യയോട് കളിച്ച 4 T20കളും തോറ്റതാണ് വിൻഡീസിൻ്റെ ചരിത്രം. പക്ഷേ ഇതേ മണ്ണിലാണ് അവർ 2016 T20 ലോകകപ്പ് കിരീടം ഉയർത്തിയത് എന്നും മറക്കരുത്. അപ്പോൾ ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാം ഈ ക്രിക്കറ്റ് കലണ്ടറിലെ തീപാറുന്ന ഒരു മത്സരത്തിനായി.